കൂടെ ഒരു ഡോക്ടറാണ് വരാനായിട്ട് പോകുന്നത്. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് പറശ്ശിനിക്കടവ് കണ്ണൂരിലെ മെഡിക്കൽ സൂപ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ സരിത ഡോക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ഇന്നൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഡോക്ടറിന്റെ ചോദിക്കാൻ പോകുന്നത്. ഡോക്ടർ എന്ന് പറയുന്നത് ഏകദേശം 500 കുട്ടികളുടെ ഒരു അമ്മയാണല്ലേ. 500 കുട്ടികളെയാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഒപ്പം പെൺകുട്ടികൾ എത്രത്തോളം ഹെൽത്തിൽ കോൺഷ്യസ് ആവണം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്രത്തോളം കോൺഷ്യസ് ആവണം? അവർക്ക് നമസ്കാരം. ഒരു കുഞ്ഞിന് വേണ്ടി 16 കൊല്ലം കാത്തിരുന്ന എനിക്ക് 500ഓളം കുഞ്ഞുങ്ങളെ ആയുർവേദ ചികിത്സയിലൂടെ ലഭിച്ചപ്പോ അതിന്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കും. എനിക്കൊരു പൊന്നുമോളെ 2 വർഷം മുമ്പ് എനിക്കൊരു നിധിയായി കിട്ടിയിരുന്നു. അപ്പോ കുഞ്ഞുങ്ങള്, എന്റെ സ്വന്തം കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുടെ അമ്മമാരുടെ ദുഃഖം മാറ്റിക്കൊടുക്കാനും, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയിൽ ഇത്രത്തോളം വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രാധാന്യം കിട്ടി എന്നുള്ളൊരു കാര്യം സമൂഹത്തിലേക്ക് അറിയിക്കാൻ പറ്റുന്നതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അവിടെ നിന്നാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു നമ്മളിപ്പോ കേട്ടിട്ടുണ്ടല്ലോ, ജൈവ കൃഷി, ജൈവ വളം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വന്ധ്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ കാരണങ്ങൾ ചുരുളഴിക്കാനും അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും പറ്റിയത് എന്റെ ജീവിതത്തിലൂടെ, ആ അവസ്ഥയിലൂടെ കടന്നു പോയത്. അപ്പോ അതിൽ ഇന്ന് ശിശുദിനം ആയതുകൊണ്ട് ഓരോ പെൺകുട്ടികൾക്കും, അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളായ അവരുടെ അമ്മമാർക്കുമായിട്ട് എനിക്ക് കുറച്ച് ഉപദേശം തരാനുണ്ട്. പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഗർഭപാത്രം, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ പെൺകുട്ടിയായി രൂപാന്തരപ്പെട്ട് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഗർഭപാത്രവും അണ്ഡാശയവും ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോ ആ അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തുടങ്ങുന്നു ആ കുട്ടിയുടെ ഫെർട്ടിലിറ്റിയുടെ തീരുമാനങ്ങൾ. ആ കുട്ടി ഭൂമിയിലേക്ക് ജനിച്ച് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്മയുടെ മുലപ്പാല് കൊടുക്കുമ്പം അമ്മ എന്ത് ഫുഡ് കഴിക്കുന്നു ആ മുലപ്പാല് കിട്ടാൻ എന്നുള്ളതിൽ അവരുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി ആയാലും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നു. ശരിക്കും ഒരു പെൺകുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ 400ഓളം അണ്ടങ്ങളെയാണ് കൊടുക്കുന്നത്. ആ അണ്ടങ്ങളിൽ നിന്നാണ്, ഒരു അണ്ടത്തിലോ 2 അണ്ടത്തിലോ നിന്നാണ് പിന്നീട് ആ കുട്ടിക്കുള്ള ഫെർട്ടിലിറ്റി സംഭവിക്കുന്നത്. അപ്പോ ആ പെൺകുട്ടിയുടെ ഭക്ഷണം, ആഹാരം, വിഹാരം, അവരുടെ എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ പറയുന്ന പോലെ ഫുഡ്, പണ്ടത്തെ അമ്മമാരെ അപേക്ഷിച്ച് അവർ നല്ല ഫുഡ് കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് വരുന്നു, അതുപോലെ കെമിക്കലുകൾ അടങ്ങിയ ഭക്ഷണം, ഇതെല്ലാം എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും? എനിക്ക് പറയാനുള്ളത്, കൂടുതലും നമ്മുടെ ഒരു ചിട്ടയായ ജീവിതശൈലി മുന്നോട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. അതിലൊരു ആഹാരം മാത്രമല്ല, രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ കിടക്കുന്ന സമയം വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയങ്ങളെ ഒന്ന് ചിട്ടയായി ക്രമീകരിക്കുക എന്നുള്ളതാണ്. രാവിലെ എന്തായാലും പഠിക്കുന്ന കുട്ടികൾ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കും. ഈവൻ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വർക്ക് 12 വയസ്സാവുമ്പോഴത്തേക്കാണ് സാധാരണ ആർത്തവം ഉണ്ടാവുന്നത്. ആ ആർത്തവം ഉണ്ടാവുന്നത് ഇപ്പോ മാറിക്കൊണ്ട് വരുന്നു. 10 വയസ്സിലും 9 വയസ്സിലും. എന്റെ അടുത്ത് വന്നത് 7.5 വയസ്സിൽ ആർത്തവം വന്ന കുട്ടിയടക്കം എനിക്ക് വന്നിട്ടുണ്ട്. 16ഉം 17ഉം വയസ്സായിട്ടും ആർത്തവം വരാതിരുന്നിട്ട് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഡോക്ടറെ കാണിക്കാൻ അതെന്റെ അമ്മമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എന്റെ മോൾക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ 11 വയസ്സിനും 14 വയസ്സിനും ഉള്ളിൽ ആർത്തവം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപദേശം തേടാനായിട്ട് പോകേണ്ടതാണ്. അവിടെ 12 വയസ്സാവുമ്പോഴാണ് ആർത്തവം വരുന്നത്. 12 വയസ്സിൽ വന്നിട്ട് സാധാരണ ഒരു 2 കൊല്ലം വരെയും ആർത്തവത്തിന് ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം. മേ ബി അവരുടെ ജീവിതശൈലി കൊണ്ടോ, അമിതവണ്ണമുള്ള കുട്ടികൾ ഉണ്ടാവും, ഒട്ടും ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ. അതുകൊണ്ട് ആ ഒരു 2 ഇയേഴ്സിന്റെ അപാകതയെ വലിയൊരു രോഗമായിട്ടൊന്നും കൺസിഡർ ചെയ്ത് ഓടി ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ആയിരിക്കാം. അതൊക്കെ ശരിക്കും ഒരു ഫാമിലി ഡോക്ടർ നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ടോക്ക്.
അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെക്കുന്നത് പോലും അത്രത്തോളം വലിയ ഒരു കാര്യമാണ്. ഒരുപാട് പേരൻസിലേക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. അതെ, ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ഈ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ തൈറോയിഡ് ഒക്കെ ചെറിയ കുട്ടികളിൽ പോലും ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഉറപ്പ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൈപ്പോതൈറോയിഡിസമായി ഒരുപാട് അമിതവണ്ണമായി കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. ആ സമയം അവരുടെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഒരു ആക്രമണം തന്നെ ബോഡിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ലേസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനകത്ത് ചേർക്കുന്ന കെമിക്കൽസിന്റെ അതിന്റെ കളറിങ് ഏജൻസ്, ഇപ്പൊ ഏത് ജെംസ് എടുത്താൽ പോലും 12 കളർ ആ ജെംസിലുണ്ടാവും. കളർ ഫാക്ടേഴ്സ് നമ്മള് കെമിക്കൽ തന്നെയാണ് ബോഡിയിലേക്ക് വരുമ്പോൾ. നമ്മുടെ പണ്ടുള്ള ശീലങ്ങളിലെ കൊഴുക്കട്ടയോ അടയോ ഉണ്ണിയപ്പമോ നെയ്യപ്പമോ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിയോ ഒന്നും നമുക്ക് കിട്ടാത്ത കാലഘട്ടത്തിലേക്ക് വന്നു. അല്ല, അത് മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വേണ്ടതാനും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ. അപ്പൊ നമ്മൾ KFC ചിക്കൻ, ഇപ്പൊ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കനകത്തൊക്കെ നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുമെങ്കിൽ നാടൻ ചിക്കൻ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ അമിതവണ്ണവും മുഖത്ത് അമിതമായ രോമ വളർച്ചയും പീരിയഡ്സ് ഇല്ലായ്മയും കഴുത്തിന് ചുറ്റും കറുപ്പ് കളറുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ കുറെ പിമ്പിൾസും ഒക്കെ ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും. സൗന്ദര്യ സംരക്ഷണ വിഭാഗത്തിന് ഭയങ്കര തിരക്കായിരിക്കും. കാര്യം അവർക്ക് പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി പറയാൻ ഇഷ്ടമല്ല. എന്റെ മുഖത്ത് പിമ്പിൾസ് ആണ്. അപ്പം അവരുടെ പേരൻസ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കൊഴുപ്പുള്ള കാര്യങ്ങളിൽ അധികം കൊടുക്കരുതെന്നോ, മുട്ട അധികം കൊടുക്കരുത്, ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്ത് കൊടുക്കരുതെന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല. കുട്ടികൾ അതേ കഴിക്കുള്ളൂ, എങ്കിലേ ചോറ് കഴിക്കുള്ളൂ. ഈ ചോറ് അമിതമായി ഈ കാർബോഹൈഡ്രേറ്റ്, വൈറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ വെള്ള അരികള് അധികം കഴിച്ചാൽ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. തവിടുള്ള അരികള് അവര് കഴിക്കാനായിട്ട് ശീലമാക്കുക. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടൈം ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്. ഇപ്പൊ സ്കൂളിലായതുകൊണ്ട് ചില കുട്ടികളൊക്കെ ടൈമിങ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ വിശപ്പ് അറിഞ്ഞുകൊണ്ടല്ല അവര് ഭക്ഷണം കഴിക്കുന്നത്. ഈ ടൈമായി ബെല്ലടിച്ചു ഭക്ഷണം കഴിക്കും. അത് എപ്പോഴും എന്താ പറയാ, ഭക്ഷണത്തിന്റെ ദഹിക്കാത്ത ഭക്ഷണത്തിന്റെ മേലെ വീണ്ടും കൊടുക്കുന്ന ആഹാരമായിട്ട് അത് മാറാറുണ്ട്. വെള്ളം കുടിക്കുന്നത് സാധാരണ പൊതുവെ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ബൂട്ടിൽ വൈകുന്നേരം ആവുമ്പത്തേക്ക് തിരിച്ച് ഒരു കാൽഭാഗം തീർത്തിട്ട് ബാക്കി വഴിക്ക് മറിച്ച് കളയുന്ന കുട്ടികളാണ്. എപ്പോഴും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ, ഒരു ജസ്റ്റ് എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ച, ശരീരത്തിന് അമിതമായ ചൂട് വരാതെ ചെറിയ തുളസി ഇട്ടിട്ടോ കുരുമുളക് ഇട്ടിട്ടോ ഒക്കെ തിളപ്പിച്ച വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ വ്യായാമം ഇല്ലായ്മയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ കൂടുതലായിട്ടും മാർഷ്യൽ ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, യോഗ, ഇതെല്ലാം തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവെയറാണ് അതിനെക്കുറിച്ച്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാർഷ്യൽ ആർട്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലേക്ക് വരുന്നത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവര് എന്തായാലും കുട്ടികള് ബോഡിക്ക് അനക്കം വരണം. ഒരു ഇപ്പം യോഗ ചെയ്യണമെന്നോ സൂംബ ചെയ്തുകൂടാന്നോ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കല് എന്തായാലും 20 മിനിറ്റ്സ് രാവിലെ, 20 മിനിറ്റ്സ് വൈകുന്നേരം. അതിപ്പോ രാവിലെ വാക്കിംഗ് ആവാം, വൈകുന്നേരം ഇവർക്ക് ഇഷ്ടമുള്ള ആർട്സ്. കാര്യം ഇഷ്ടമില്ലാത്തതിലേക്ക് പിടിച്ചു ചേർക്കുമ്പോഴാണ് ഇവരത് കണ്ടിന്യൂ ചെയ്യില്ല. നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള, നമ്മുടെ ആയുർവേദത്തിൽ വിധിച്ചിരിക്കുന്നത് നിത്യം വ്യായാമം എന്നാണ്. നിത്യം അഭ്യംഗം, നിത്യം എണ്ണ തേച്ച് കുളിക്കാനും. എന്നാൽ മാത്രമേ പണ്ടത്തെ പോലെ 90 വയസ്സ് വരെയും 100 വയസ്സ് വരെയും വളരെ ബാക്ക് പെയിൻ ഇല്ലാതെ ആശുപത്രി കിടക്കകളിലേക്ക് അധികം പോകാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, ഒരുപാട് ചുളിപ്പുള്ള സ്കിന്ന്. പണ്ടുള്ളവർക്ക് എന്താ 80 കഴിഞ്ഞാലേ ചുളിപ്പ് വരുന്നുള്ളൂ, 70 കഴിഞ്ഞാൽ. ഇപ്പൊ അങ്ങനെയല്ല. നമ്മളെല്ലാം തേച്ച് മിക്കിയത് പോലെയാണ്. 40-45 കഴിയുമ്പോഴത്തേക്ക് ചുളിവുകൾ വന്നു തുടങ്ങും. അപ്പോ വ്യായാമം സാധാരണ അതിൽ ബേസിക് ആയിട്ട് പറയാവുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള മോശമായ കാര്യങ്ങളെ പുറത്തേക്ക് തള്ളുന്നത് 3 വഴിയിലൂടെയാണ്. ഒന്ന് മലം, നോർമലി മോഷൻ ക്ലിയർ ആയിട്ട് പോകണം. രണ്ടാമത് മൂത്രത്തിലൂടെ, വെള്ളം കുടിച്ച് തന്നെ എല്ലാ ഓർഗൻസിനെയും ക്ലെൻസ് ചെയ്യണമെന്ന്. കിഡ്നിയിലൂടെ അരിപ്പ പോലെ, ചായയുടെ അരിപ്പ പോലെ തന്നെയാണ് കിഡ്നിയിൽ അരിപ്പ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ സ്വെറ്റ്, വിയർപ്പിലൂടെ പോകണം. ഈ 3 വഴി മാത്രമേ ഉള്ളൂ
ദോഷങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയധികം ഗുണങ്ങൾ ഇതുപോലെ കിട്ടുന്നുണ്ടല്ലേ? വളരെ അധികം ഗുണങ്ങൾ, ബോഡിയിൽ ഇത്രത്തോളം ലാഘവം കിട്ടുക, ലഘുത്വ കിട്ടുക, ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നുന്ന വ്യായാമത്തിലൂടെയാണ്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുവാണെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്ത എയറിൽ, സാധാരണ ഈ കൊളസ്ട്രോൾ കൂടുന്ന കണ്ടീഷനിൽ സാധാരണ പറയാം മെഡിസിനേക്കാളും കൂടുതൽ എഫക്ട് കിട്ടുന്നത് രാവിലെ പൊല്യൂഷൻ ഇല്ലാത്ത എയറിലൂടെ. സാധാരണ അറിയാം പണ്ടത്തെ ആൾക്കാര് ഈ വയലിന്റെ ആല് നിൽക്കുന്ന പണ്ടത്തെ ചിത്രങ്ങളിലുള്ള പോലെ ഇപ്പോഴധികം ഇല്ല. ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ നടന്നാല് ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ ഉണ്ട്, HDL എന്ന് പറയുന്നത്. ഈ ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ ഏറ്റവും അധികം കൂടാൻ ഉള്ള 2 മാർഗങ്ങളാണ് ആലിന്റെ ചുറ്റും നടക്കുക, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്ത എയറിൽ രാവിലെ നടക്കുക. രണ്ടാമത്തത് ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം വളരെ സന്തോഷത്തോടെ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വളരെ സന്തോഷമുള്ള വർത്താനം പറഞ്ഞ് സ്പെൻഡ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്തത്. എല്ലാവരും മൊബൈലിലും എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാതിരിക്കുകയാണ്. കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോഴത്തെ ഏറ്റവും അധികം വില്ലനായി വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ പെൺകുട്ടികളെ മോശമായി വളരെ വിഷമത്തോടു കൂടി ബാധിക്കുന്നതാണ് PCOD എന്ന് പറയുന്നത്. എന്റെ ഇൻഫെർട്ടിലിറ്റി കൺസേൺ കേസുകളിൽ ഒരു 80% ആൾക്കാർ വരുന്നത് PCODയുമായിട്ടാണ്. എന്റെ ഒരു ചികിത്സാനുഭവത്തിൽ ഏറ്റവും എളുപ്പമാണ് PCODയെ ട്രീറ്റ് ചെയ്യാൻ. അവര് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കേൾക്കുകയാണെങ്കിൽ. പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി തുടങ്ങുന്ന കാലം മുതൽ പേരൻസ് മനസ്സിലാക്കിയിരിക്കണം ഒരു ഡോക്ടറെ കാണിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് മാറില്ല. പിന്നെ കൂടുതൽ പേരും ഇപ്പൊ സഫർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്മെനോറിയ, ആർത്തവ സമയത്തെ അമിതമായ കഠിനമായ വേദനയാണ്. അതിൽ പേരൻസും ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് ഒരു ദിവസം വയറുവേദന കൊണ്ട് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത പോലത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ അത് എല്ലാ മാസവും ഒരു ദിവസം സ്കൂളിലേക്ക് വരാൻ പറ്റുന്നേ ഇല്ല. എന്ന് വെച്ചാൽ റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ബുദ്ധിമുട്ട് വരുന്നു. അല്ലാണ്ട് ഒരു ചൂട് പിടിക്കുന്നു, ചെറിയൊരു വായു ഗുളിക കഴിക്കുമ്പോൾ മാറുന്നു, ഓക്കെ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് അത്രത്തോളം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ 2-3 ദിവസം മുന്നേ തുടങ്ങുന്ന വേദനയും 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വേദനയും 2-3 ദിവസം സ്കൂളിൽ ആബ്സെന്റ് ആവുന്ന കുട്ടികളെയും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ എടുക്കുക. ആ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് അടച്ചിട്ട് വെക്കുക. ആ വെള്ളം തണുത്ത ശേഷം ഇച്ചിരി ചെറുനാരങ്ങ നീരും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് തേനോ പഞ്ചസാരയോ ഇട്ടിട്ട്, തേനായിരിക്കും പ്രിഫറബിൾ, ഒരു ലായനിയാക്കി ഒരു ജ്യൂസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ആ ജ്യൂസ് എടുത്ത് വയറുവേദനയുള്ള സമയത്ത് കുട്ടികളെ കുടിക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ ക്ഷീണം ആ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ കുറയും. പോരാത്തതിന് ഈ ചെമ്പരത്തിയുടെ ഈ ഒരു ജ്യൂസ് ഡിസ്മെനോറിയയ്ക്ക് ഏറ്റവും മികച്ചതായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും സ്വീകരിക്കാറുള്ള ജീരകം വറുത്ത് വെള്ളം കുടിക്കുക, പിന്നെ ഇഞ്ചി എടുത്ത് പഞ്ചസാരയോ ഉപ്പോ കൂട്ടി ചതച്ച് കഴിക്കുക, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂട് വയറിന് പിടിക്കുക, ഇതൊക്കെ നോർമലി ചെയ്യുന്നതാണ്. ഇതിനും അപ്പുറത്തേക്ക് വേദന കുറയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒത്തിരി ടിപ്സും പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. താങ്ക് യു. ഓക്കെ, ബൈ.